തൊടുപുഴ കുമാരമംഗലത്ത് ക്രൂരമർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ആന്തരിക രക്തസ്രാവം നിലച്ചിട്ടില്ല. തലച്ചോറിനും ശ്വാസകോശത്തിനും ഗുരുതരമായ പരിക്കേറ്റുവെന്ന് ഡോക്ടർമാർ. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും. വിഷ്ണു, ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണോ? ആ കുഞ്ഞ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണോ ജീവൻ നിലനിർത്തുന്നത്? എന്താണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? നിർണായകമായ 48 മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആന്തരിക രക്തസ്രാവം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം പോലും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ തലയോട്ടിക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ആ തലയോട്ടിക്ക് വലിയ രീതിയിൽ ഒരു പൊട്ടലുണ്ട്. തലച്ചോറിലേക്കും രക്തസ്രാവം ഉണ്ടായതിനാൽ തലച്ചോറിന്റെ നല്ലൊരു ഭാഗം തന്നെ പ്രവർത്തനരഹിതമായി മാറിയിരിക്കുകയാണ്. എന്തായാലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കുട്ടിയുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ ഹൃദയമിടിപ്പും എല്ലാം തന്നെ മരുന്നുകളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുള്ളത്. എന്നാലും ഇനിയുള്ള 48 മണിക്കൂറുകൾ അതീവ നിർണായകമായ 48 മണിക്കൂറുകളാണ്. ഇതിനുള്ളിൽ കുട്ടി ഏതെങ്കിലും തരത്തിൽ ചികിത്സയോട് അനുകൂലമായി പ്രതികരിക്കുകയാണെങ്കിൽ മാത്രമേ കുട്ടിയുടെ ജീവന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ജീവൻ രക്ഷിച്ചെടുക്കാമെന്ന പ്രതീക്ഷ പോലും മാറ്റിവെക്കുന്നുള്ളൂ. അതീവ വലിയ രീതിയിലുള്ള ഒരു അക്രമം കുട്ടിക്ക് നേരെ നടന്നിട്ടുണ്ട് എന്ന് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ തൊടുപുഴ ഡിവൈഎസ്പി KP ജോസ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. രാത്രി 1 മണിക്ക് ചായ കുടിക്കാൻ പോയ ദമ്പതികൾ, അതായത് ഈ കുട്ടിയുടെ അമ്മയും രണ്ടാം അച്ഛനും ഉൾപ്പെടെ പോയും അവിടെ തിരിച്ചു വന്നപ്പോൾ ഇളയ കുട്ടി ബെഡിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂത്രമൊഴിക്കാൻ മൂത്ത കുട്ടിക്കായിരുന്നു ചെറിയ കുട്ടിയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഉത്തരവാദിത്വം കൃത്യമായി പാലിക്കാത്തത് കൊണ്ട് കിടന്നുറങ്ങുകയായിരുന്നു. മൂത്ത കുട്ടിയെ ചവിട്ടി തെറിപ്പിക്കുകയായിരുന്നു പ്രതികൂലിയായ അരുൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ആക്രമണത്തിന് ശേഷം തുടരെ കുട്ടിയെ എണീപ്പിക്കുകയും ചവിട്ടി നിർത്തുകയും ചെയ്തു. ഇതിനിടെ ഷെൽഫിനിടയിലേക്ക് വീണ കുട്ടിയുടെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കുകയും അതിനിടയിൽ ആ കുട്ടിയുടെ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അതിക്രമം ഈ കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. മുൻപും ഇയാൾ കുട്ടികളെ ഇത്തരത്തിൽ ഉപദ്രവിക്കാറുണ്ടെന്ന് അമ്മ ഇന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇന്ന് തന്നെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് തൊടുപുഴ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷകൾക്ക് ഇടമില്ലാത്ത സ്ഥിതിയാണ്. എന്നാൽ നൽകാവുന്ന പരമാവധി വൈദ്യസഹായം ഇപ്പോൾ കുട്ടിക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ കുട്ടിയുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന കാര്യത്തിലേക്കുള്ള നിർണായകമായ മണിക്കൂറുകളാണ് ഈ കടന്നു പോകാനുള്ളത്. എന്തായാലും അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ വേണ്ട സഹായങ്ങളും വൈദ്യസഹായങ്ങളും ഇപ്പോൾ ആശുപത്രിയും ഡോക്ടർമാരും ചേർന്ന് നൽകുന്നുണ്ട്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നിന്നും നൽകിയത്. അതേസമയം കുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തായ തിരുവനന്തപുരം സ്വദേശി അരുൺ ആനന്ദിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, എപ്പോഴത്തേക്ക് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? പൂർണ്ണമായും ഔദ്യോഗികമായി കസ്റ്റഡി അല്ലെങ്കിലും പോലീസിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിൽ തന്നെയല്ലേ ഇയാൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മനു, ഔദ്യോഗികമായിട്ട് തന്നെ കസ്റ്റഡി എന്ന് നമുക്ക് പറയാം. ഇന്നലെ ഉച്ചയോടുകൂടെ അദ്ദേഹത്തെ കസ്റ്റഡി എടുത്തു. പിന്നീട് ഔദ്യോഗികമായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ ലോക്കപ്പിലാണ് പ്രതിയുള്ളത്. പ്രതിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രൊസീജിയർ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് തൊടുപുഴ ഡിവൈഎസ്പി KP ജോസ് അതോടൊപ്പം തന്നെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻസ്പെക്ടർ അഭിലാഷും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മാതാവിന്റെ മൊഴി 2 തവണ രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അനിയനായിട്ടുള്ള 3.5 വയസ്സുകാരന്റെ മൊഴിയും പോലീസും അതോടൊപ്പം PWC അധികൃതരും എത്തിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈ തിരുവനന്തപുരം സ്വദേശിയുള്ള അരുൺ മാത്രമാണ് ഈ സംഭവത്തിൽ പ്രതി എന്നാണ് ലഭ്യമാകുന്ന വിവരം. അവരുടെ മൊഴിയിലെല്ലാം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. പ്രതിയെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഡിവൈഎസ്പിയും CIയും ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ ഇനി വൈകാതെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. 5 മണിക്ക് മുമ്പായിക്കൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിയെ കോടതിയിൽ തന്നെ ഇന്ന് തന്നെ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാലും 5 മണിക്ക് മുമ്പായിക്കൊണ്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്.
തൊടുപുഴയിൽ 7 വയസ്സുകാരനെ മർദ്ദിച്ച തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി അരുൺ ആനന്ദ് കൊടും ക്രിമിനലാണ്. 2008 ബിയർ കുപ്പി തലക്കടിച്ച യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് അരുൺ. അരുണിനെക്കുറിച്ച് നന്ദൻകോട്ടെ നാട്ടുകാർക്ക് പറയാനുള്ളത് ഞെട്ടിക്കുന്ന കഥകളാണ്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, അതായത് ഇതൊരു യാദൃശ്ചികമായിട്ടുണ്ടായ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പുറത്തുണ്ടായ ഒരു സംഭവമല്ല. ഇയാളുടെ പാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കറ കളഞ്ഞ ഒരു കൊടും ക്രിമിനലാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൊലപാതകമടക്കമുള്ള വലിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട കൊടും ക്രിമിനലാണ് അരുൺ ആനന്ദ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആള് തന്നെയാണ് അരുൺ ആനന്ദ് എന്നുള്ളതാണ് നമുക്ക് തിരുവനന്തപുരത്തെ നന്ദൻകോട്ടെ ഇദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. കാരണം 2008 ഇദ്ദേഹത്തെ ജഗതിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് കൂട്ടുകാരനായ ഒരു യുവാവിനെ ബിയർ കുപ്പി തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയാണ് ഇദ്ദേഹം. അതിനുശേഷം ഇത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ യുവതികളെ വീട്ടിൽ കയറി ആക്രമിച്ച 2 കേസുകളിൽ പ്രതിയാണ്. മൊത്തം 4 കേസുകളാണ് ഇദ്ദേഹത്തിനെതിരെ കേരള പോലീസ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. തിരുവനന്തപുരം നന്ദൻകോട്ടെ വീട്ടിൽ സമീപവാസികൾക്ക് പറയാനുള്ളത്, നിരന്തരം ഒരു ശല്യക്കാരനായിരുന്നു അരുൺ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി. മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് ഒരു ഫ്ളാറ്റാണ് ഇദ്ദേഹത്തിന്റെ വീട്. 3 നിലയുള്ള ഒരു ഫ്ളാറ്റാണ്. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ഫ്ളാറ്റാണ്. അതിന്റെ 3ാമത്തെ നിലയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇപ്പോൾ അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഫ്ളാറ്റ്. ഇപ്പോൾ അദ്ദേഹം അവിടെ താമസമില്ല. 1 വർഷം മുമ്പ് വരെ ഈ അരുൺ ആനന്ദ് ഇവിടെയാണ് താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് വാടകയ്ക്ക് നൽകിയതിനു ശേഷം ഈ അവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. തൊട്ട് താഴെയുള്ള 2 നിലകളിലെയും വീടുകളിലേക്ക് രാത്രികളിൽ മദ്യപിച്ച് എത്തിക്കൊണ്ടുവന്ന് വാതിൽ തല്ലി തകർത്തുകൊണ്ട് അകത്ത് കടന്ന് സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, തെറിയഭിഷേകം നടത്തുക, ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. നിരവധി കേസുകളിലെ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു കുറ്റവും നടന്നത് എന്നുള്ളതാണ്. കാരണം ആ കാറിനുള്ളിൽ തന്നെ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കാറിനുള്ളിൽ തന്നെ ചെറിയ മഴു ഉൾപ്പെടെ, അതായത് കൊടും ക്രിമിനലുകൾ ഉപയോഗിക്കുന്ന ചെറിയ മഴു ഉൾപ്പെടെയുള്ള മദ്യക്കുപ്പി ഉൾപ്പെടെയുള്ളവ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരം സമീർ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ TC നമ്പർ 11/665 നമ്പർ ഫ്ളാറ്റിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം വലിയ ഒരു ഫാമിലിയാണ്. അതായത് അമ്മ SBI ബാങ്കിന്റെ റിട്ടയർഡ് മാനേജർ, ഒരു സഹോദരൻ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു കേണൽ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കുടുംബത്തിൽ നിന്ന് ഈ ഒരു പശ്ചാത്തലത്തിലേക്ക്, ഈ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമയായി ഇദ്ദേഹം പോകുന്ന വഴി കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. പോലീസ് കൃത്യമായി തന്നെ ഇദ്ദേഹത്തിന്റെ വെയർഹൗസ് ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. നാട്ടുകാർക്ക് പറയാനുള്ളതും ഇത്തരം ഒരു നല്ല കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഈ ഒരു രീതിയിലേക്ക് ഒരു തൊഴിലും എടുക്കുന്നതായി ഇദ്ദേഹത്തിന് നാട്ടുകാർക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഒരു ജോലിയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എന്നും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം കാശുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ഫ്ളാറ്റും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മനു, ശരി, റിനുവാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ ആനന്ദ് കൊടും ക്രിമിനലാണ് എന്നതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. 2008 ബിയർ കുപ്പി പൊട്ടിച്ചു കയറ്റി യുവാവിനെ കൊന്ന കേസിലടക്കം പ്രതിയാണ് ഇയാൾ. ക്രൂരമായ മനസാക്ഷിയുള്ള ആളെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടായിരിക്കാം മറ്റ് പ്രലോഭനങ്ങളൊന്നും കൂടാതെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഭിത്തിയിലടിച്ച് ഈ ഒരു അവസ്ഥയിൽ ആശുപത്രിയിലാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞത്. ഏതായാലും കൊടും ക്രിമിനൽ തന്നെയാണ്. നാട്ടുകാർക്കും ഇയാളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം തൊടുപുഴയിൽ 7 വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ അധികാരികളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സ അടക്കമുള്ള എല്ലാ സഹായവും നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം സംഭവത്തിൽ പോലീസ് പിടിയിലായ അരുൺ കൊലക്കേസ് പ്രതിയാണ്. അരുണിനെതിരെ തിരുവനന്തപുരത്ത് 4 കേസുകളുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന ആവശ്യവുമായി DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. മത്സരിച്ചാൽ BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിന് എതിരാകുമെന്ന് സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ രാഹുൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. അതേസമയം 17ാം സ്ഥാനാർത്ഥി പട്ടികയിലും വടകര, വയനാട് സീറ്റുകളിൽ പ്രഖ്യാപനമുണ്ടായിട്ടില്ല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം ഒരാഴ്ചയാകുമ്പോൾ വയനാട്ടിൽ മത്സരിക്കരുതെന്ന ആവശ്യവുമായി കൂടുതൽ ഘടകകക്ഷികൾ രംഗത്തെത്തുകയാണ്. മറ്റ് ഘടകകക്ഷികൾക്ക് പിന്നാലെ DMK അധ്യക്ഷൻ MK സ്റ്റാലിനും ഇതേ നിലപാട് ഉന്നയിച്ചു.
മത്സരിക്കുന്നത് BJP-ക്കെതിരായ പ്രതിപക്ഷ ഐക്യമെന്ന സന്ദേശത്തിന് എതിരാകുമെന്ന് സ്റ്റാലിൻ സോണിയയെയും രാഹുലിനെയും അറിയിച്ചു. എന്നാൽ രാഹുൽ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആകണം. രാഹുലിന്റെ പിന്മാറ്റം കേരളത്തിലെ സാധ്യതകളെ ബാധിക്കുന്നുവെന്നും ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ ഇന്ന് പ്രഖ്യാപിച്ച 16ാം പട്ടികയിലും വടകര, വയനാട് സ്ഥാനാർത്ഥികളുടെ പേരില്ല. തീരുമാനമാകുമ്പോൾ അറിയിക്കാമെന്ന് ദേശീയ വക്താവ് പ്രിയങ്ക ചതുർവേദി വ്യക്തമാക്കി. And as soon as any decision is taken, we shall be happy to share it with you. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്ഷണം പരിശോധിക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട് മണ്ഡലത്തിലെ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണം താറുമാറായി. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ UDF ഘടകകക്ഷികൾ പരസ്യമായി രംഗത്തെത്തി. മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. മുസ്ലിം ലീഗിന് അതൃപ്തി ഉണ്ടെങ്കിൽ സംസ്ഥാന നേതാക്കൾ നേരിട്ടറിയിക്കട്ടെ എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ മറുപടി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നുവെന്ന വാർത്ത വന്നതു മുതൽ തുടങ്ങിയ പ്രതിസന്ധി ഒരാഴ്ച പിന്നിട്ടിട്ടും പരിഹരിക്കാനായില്ല. ഇത് പ്രചരണത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്തു. തുടർന്നാണ് ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ അതൃപ്തി പരസ്യമായി ഉന്നയിച്ചത്. ജില്ലാ നേതാക്കൾ കൂടിയാലോചിച്ച് മുസ്ലിം ലീഗ്, കോൺഗ്രസ് സംസ്ഥാന നേതൃത്വങ്ങളെ പ്രതിഷേധം അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്കുള്ള പ്രതിഷേധം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DCC, ഞങ്ങളുടെ ലെവലിൽ DCC ആണ്, DCCI അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടായ അനിശ്ചിതത്വം ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് ലീഗ് ജില്ലാ സെക്രട്ടറി യഹ്യ ഖാൻ തലക്കൽ പറഞ്ഞു. മണ്ഡലത്തിൽ തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്തം ലീഗ് ഏൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് മുസ്ലിം ലീഗിന്റെ തുടർന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും. അത് മുസ്ലിം ലീഗിന്റെ അണികൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കും, അല്ലെങ്കിൽ നിരാശയുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അണികൾക്ക് ഇതിൽ വലിയ ആശങ്കയുണ്ട്. രാഹുലിന്റെ തീരുമാനമറിയാതെ രാഹുൽ വരുമെന്ന് പറഞ്ഞത് അനാവശ്യമായിരുന്നുവെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് MC സെബാസ്റ്റ്യൻ പറഞ്ഞു. 100% രാഹുൽജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വയനാടിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രഖ്യാപനം നടത്താൻ പാടില്ലായിരുന്നു. പ്രചാരണം വൈകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറമെ മറ്റു ഘടകകക്ഷികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ കോൺഗ്രസ് നേതൃത്വമാണ് പ്രതിസന്ധിയിലായത്. മുസ്ലിം ലീഗിന്റെ അതൃപ്തി സംസ്ഥാന നേതാക്കളാണ് അറിയിക്കേണ്ടത് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. തീരുമാനം വൈകുന്നതിൽ അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, കോൺഗ്രസ് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രാദേശിക പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം ഇടയ്ക്കിടെ സമ്മേളിക്കാറുണ്ട്. ഇന്നലെ രാത്രി സമ്മേളിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞും ആ സമ്മേളനം നേരം പൊടുരുവോളം നടക്കുന്ന കാര്യവും നിങ്ങൾക്ക് എല്ലാത്തിനും അറിയാവുന്നതാണ്. തിരക്കിട്ട പര്യടനങ്ങൾക്കിടയിലും അദ്ദേഹം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ. സ്ഥാനാർത്ഥിയില്ലാതെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ UDF. കേന്ദ്ര തീരുമാനം വൈകും തോറും UDFൽ തലവേദനയാവുകയാണ് രൂക്ഷമാകുന്ന ആഭ്യന്തര ലഹള. ന്യൂസ് ബ്യൂറോ, വയനാട്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇടതു നേതാക്കൾ ആരും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് CPI നേതാവ് D. രാജ. ഇത്തരം ചർച്ച നടന്നതായി പ്രസ്താവന നടത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏതെല്ലാം ഇടതുപക്ഷ നേതാക്കളാണ് ചർച്ച നടത്തിയതെന്ന് തുറന്നു പറയാൻ തയ്യാറാകണം. വയനാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചാലും CPI ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും D. രാജ പറഞ്ഞു. No, who are those left leaders? We have not talked to any Congress leader on that Wayanad issue, or it is for Congress party. We have not spoken, and we are not in any talk with anybody at Delhi level. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് അതിപ്രസരം നിലനിൽക്കുന്നുണ്ടെന്ന് KV തോമസ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവണതകളെക്കുറിച്ച് PC ചാക്കോ പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പുണ്ട്. താൻ അടിസ്ഥാനപരമായി I ഗ്രൂപ്പുകാരനാണെങ്കിലും മത്സരം വരുമ്പോൾ ഗ്രൂപ്പിന് അതീതമായാണ് പ്രവർത്തിക്കാറുള്ളത്. തനിക്ക് സീറ്റ് നിഷേധിച്ചത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നതിൽ വേദനയുണ്ടെങ്കിലും ആരോടും പരിഭവമില്ല. പകരമായി ഒരു സ്ഥാനമാനങ്ങളും താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് താൻ വിരമിച്ചിട്ടില്ലെന്നും KV തോമസ് പറഞ്ഞു. എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്കതൊരു വ്യത്യസ്തമായ സമീപനം. ഞാനൊരു ഐക്യക്കാരനാണ്, ബേസിക്കലി ഐക്യക്കാരനാണ്. പക്ഷേ ഞാൻ ഒരു പരിധി വിട്ട് ഗ്രൂപ്പിലേക്ക് പോകാറില്ല. എല്ലാവരോടും യോജിച്ചു. അതുകൊണ്ടാണ് എറണാകുളത്തിൻ്റെ വിജയവും ഇവിടെ നമുക്ക് കോർപ്പറേഷൻ കിട്ടിയതും 14 സീറ്റിൽ 13 കിട്ടിയതുമൊക്കെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഗ്രൂപ്പുകളുണ്ടാവും പാർട്ടിയിൽ, ഏത് പാർട്ടിയിൽ, പക്ഷേ അതിൻ്റെ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില ദുഃഖത്തോടെ ഞാൻ കാണുന്നുണ്ട് ചാക്കോ പറഞ്ഞതിനോട്. ഒരു അതിപ്രസരം ഉണ്ടായോ എന്നൊരു സംശയം പ്രവർത്തകർ. അതിപ്രസരം പാർട്ടിക്ക് നല്ലതല്ല. പാർട്ടിയാണ് ഏറ്റവും വലുത്. പാർട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പുണ്ട്. CPI പ്രകടന പത്രിക പുറത്തിറക്കി. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും. തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞത്
9,000 രൂപ പെൻഷൻ ഏർപ്പെടുത്തുമെന്നും ദില്ലിയിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ CPI വാഗ്ദാനം ചെയ്യുന്നു. ദേശീയ സെക്രട്ടറി D. രാജയും ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളായി PK കുഞ്ഞാലിക്കുട്ടിയും AT മുഹമ്മദ് ബഷീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ പാണക്കാട് ഹൈദരലി തങ്ങളുടെ വസതിയിലെത്തി പ്രാർത്ഥന നടത്തിയാണ് ഇരുവരും പത്രിക സമർപ്പിക്കാൻ ജില്ലാ വരണാധികാരിക്ക് മുമ്പിലെത്തിയത്. ഓരോ സെറ്റ് പത്രികയാണ് ഇരുവരും സമർപ്പിച്ചത്. വിജയമുറപ്പാണെന്നും ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇരുവരും പ്രതികരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതപവും 4 പേർക്ക് സൂര്യാഘാതവുമേറ്റു. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 1.5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 65 പേർക്കാണ് സൂര്യാതപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യാതപം ഒഴിവാക്കുവാനായി പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്നും ഒഴിവാകണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്ന് ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതാപവും തിരുവനന്തപുരത്തും എറണാകുളത്തുമായി 4 പേർക്ക് സൂര്യാഘാതവും ഉണ്ടായി. 4 പേർ മരിച്ചെങ്കിലും 1 മരണമാണ് സൂര്യാതപം മൂലമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജില്ലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അതത് കളക്ടറേറ്റുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് പാലക്കാട്. തുടർച്ചയായി 4ാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ജോലി സമയം ക്രമീകരിക്കുന്നതുൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മീനച്ചൂട് കത്തിക്കാളുകയാണ്. തുടർച്ചയായ 4ാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചരിത്രത്തിലാദ്യമായാണ് പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. ചൂടിന്റെ കാഠിന്യത്തിൽ യാത്രക്കാരും വ്യാപാരികളും തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം ദുരിതമനുഭവിക്കുകയാണ്. ഉഷ്ണിച്ചിട്ട് നടക്കാൻ വയ്യ, അതോടെ നമ്മൾ കൊടയൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല, പ്രകൃതിയിൽ വരുന്നതാണല്ലോ. പിന്നെ ഒരുപാട് പേര് ചൂട് തട്ടിയിട്ടൊക്കെ പൊള്ളലേൽക്കുന്നതൊക്കെ ശരിയാണ്. ഇത്രയ്ക്ക് ചൂട് ഇത്ര കാലം അനുഭവപ്പെട്ടിട്ടില്ല. ബാക്കിൽ ഹെൽമെറ്റ് ഇരിക്കേണ്ട അവസ്ഥയാണ്. ഫ്രണ്ട് ഹെൽമെറ്റിന് കാര്യമില്ല. രാവിലെ നേരത്തെ ഇറങ്ങും, വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം. കൈയെല്ലാം സൈഡെല്ലാം ചൂടെടുത്തിട്ട് പൊള്ളുക, കരിവാളിച്ച പോലെ ആകുക. അതിയായ ചൂടാണ്. 5-6 മണിയായാലും ചൂടിന് കമ്മിയില്ല. ജില്ലയിലെ വിവിധ മേഖലകളിലായി ഇതുവരെ 23 പേർക്ക് സൂര്യാതപമേറ്റുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ ചികിത്സ തേടാത്ത നിരവധി പേർ ജില്ലയിലുണ്ട്. സൂര്യാതപസാധ്യത കണക്കിലെടുത്ത് ജോലി സമയം ക്രമീകരിക്കുന്നതും 11 മണിക്കും 3 മണിക്കുമിടയിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ പുഴകളും ജലാശയങ്ങളും വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. ഡാമുകളിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. വേനൽ കടുക്കുന്നതോടെ കുടിവെള്ളത്തിനും കൃഷിയാവശ്യങ്ങൾക്കുമുള്ള ജലത്തിന് ദൗർലഭ്യം നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതി ഫാദർ റോബിൻ ഹൈക്കോടതിയെ സമീപിച്ചു. ശിക്ഷ മരവിപ്പിക്കണമെന്ന അപേക്ഷ കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. കേസിൽ ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് 20 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും തലശ്ശേരി പോക്സോ കോടതി വിധിച്ചിരുന്നു. 3 വകുപ്പുകൾ പ്രകാരം 60 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. എന്നാൽ ഒന്നിച്ച് 20 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും. തലശ്ശേരി പോക്സോ കോടതി വിധി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. തന്നെ തട്ടിക്കൊണ്ടുപോയതല്ലെന്നും ഒരുമിച്ച് ജീവിക്കാൻ റോഷനുമൊത്ത് നാടുവിട്ടതാണെന്നും ഓച്ചിറയിലെ പെൺകുട്ടി മൊഴി നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെയാണ് 17 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയുടെ സുപ്രധാന മൊഴി. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. വനിതാ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. റോഷനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 18-നാണ് റോഷനുമൊത്ത് പെൺകുട്ടി ട്രെയിനിൽ ആദ്യം മംഗലാപുരത്തും പിന്നീട് മുംബൈ പനവേലിയിലേക്കും നാടുവിട്ടത്. പെൺകുട്ടിയെ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയെന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തി പെൺകുട്ടിയെ കണ്ടെത്തിയത്. അതേസമയം പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നതിനാൽ പോലീസ് രാജസ്ഥാനിലേക്ക് പോകും. പെൺകുട്ടിക്ക് 13 വയസ്സാണ് പ്രായമെന്ന് പിതാവ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. 2001 സെപ്റ്റംബർ 17-നാണ് നിലവിൽ രേഖയിലെ പ്രായം. 18 തികയാൻ ഏതാനും മാസങ്ങൾ കൂടി വേണ്ടിവരും. 8ാം ക്ലാസ് വരെ രാജസ്ഥാനിൽ താൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി പറയുന്നത്.
ഇവിടെ എത്തി 6 വർഷമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. പെൺകുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ റോഷൻ ജയിൽ മോചിതനാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രശസ്ത കിഡ്സ് വെയർ നിർമ്മാതാക്കളായ പോപ്പീസ് ബേബി കെയർ റീജിയണൽ ഓഫീസ് കൊച്ചി പാടിവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ സംവിധായകൻ ജിസ് ജോയ്, പി.ടി. തോമസ് MLA എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പോപ്പീസ് CMD ഷാജു തോമസ്, മാർക്കറ്റിംഗ് ഹെഡ് ഹാഷിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മധ്യകേരളത്തിലെ വ്യാപാരികൾക്ക് പോപ്പീസ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വസ്ത്രവ്യാപാര രംഗത്തെ പേരുകേട്ട ശോഭിക വെഡ്ഡിംഗ് മാളിന്റെ പുതിയ ഷോറൂം കോഴിക്കോട് ആരംഭിക്കുന്നു. മാർച്ച് 31 ഡോക്ടർ MGS നാരായണനും പാണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങളും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമായ വെഡ്ഡിംഗ് മാൾ 1 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് പാർട്ണേഴ്സായ ഇംബിച്ചി അഹമ്മദ് കലീൽ, അബ്ദുൽ ഖാദർ, KP മുഹമ്മദ് അലി, ഉസ്മാൻ ഫജർ, ദാവൂദ് ഷർഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കലാഭവൻ മണി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മികച്ച വാർത്താ റിപ്പോർട്ടർക്കുള്ള ഇക്കൊല്ലത്തെ പുരസ്കാരം PPTV സീനിയർ റിപ്പോർട്ടർ S. ജീവൻകുമാറിന്. 2017-18 അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഏപ്രിൽ 20 പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുരസ്കാരം വിതരണം ചെയ്യും. മറ്റൊരു വാർത്തയുണ്ട്. വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിയ സംഭവത്തിൽ RSS നേതാവ് കീഴടങ്ങി. RSS നേതാവ് മുതിരമല ഷിബുവാണ് പിടിയിലായത്. തളിപ്പറമ്പ് കോടതിയിലാണ് ഷിബു കീഴടങ്ങിയത്. വിവരങ്ങൾ M. സന്തോഷ് നൽകും കണ്ണൂരിൽ നിന്നും. സന്തോഷ്, എപ്പോഴാണ് ഇയാൾ കീഴടങ്ങിയത്? മറ്റു വിവരങ്ങൾ എന്താണ്? സന്തോഷിന്റെ ടെലിഫോൺ കട്ടായി എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ സൂക്ഷിച്ച ബോംബ്, പക്ഷിക്കൂട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടി ഇയാളുടെ കുട്ടികൾക്കടക്കം പരിക്കുപറ്റിയ വലിയ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് ഇയാൾ ഒളിവിലായിരുന്നു. ഇപ്പോൾ രാവിലെ തളിപ്പറമ്പ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു ഇയാൾ. RSS നേതാവായ മുതിരമല ഷിബുവാണ് കീഴടങ്ങിയത്. വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിയ സംഭവത്തിൽ RSS നേതാവ് കീഴടങ്ങി. RSSന്റെ തളിപ്പറമ്പ് ഭാഗത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ മുതിരമല ഷിബുവാണ് കീഴടങ്ങിയത്. തളിപ്പറമ്പ് കോടതിയിലാണ് ഇയാൾ കീഴടങ്ങിയത്.